ഇത്രയും സമയം നമ്മളോടൊപ്പം ചട്ടമ്പി സ്വാമികളെ കുറിച്ച് നൽകാവുന്നതിൻ്റെ പരമാവധി ധന്യ മുഹൂർത്തത്തിൽ ഞങ്ങളെ ഞായറാഴ്ച ശ്രീകുമാർ അവർക്ക് എത്ര നന്ദി പറഞ്ഞു. ഇത്ര മനോഹരമായ ഒരു കഥ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചു. പാട്ടുകാരുടെ ധന്യമായ ഒരു സംരംഭമാണ് ഇവിടെ നടന്നത്. നമ്മളെല്ലാവരും സ്വാമിയോടൊപ്പം ഇത്രയും നേരം ചെലവഴിക്കാൻ ഇടയാക്കിയ ഈ കഥാപ്രസംഗത്തിൻ്റെ തിരക്കഥയും സംവിധാനവും അതുപോലെ അവതരണവും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇത് നഷ്ടപ്പെട്ടു പോയവർക്ക് വളരെ ദുഃഖിക്കേണ്ടതായിട്ട് വരും. ഈ പാട്ടുകളുമായിട്ട് കുമ്പളത്തെ ശമ്പുള്ള അവർക്കും അതുപോലെ ഈ ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യന്മാരായിട്ടുള്ള പലർക്കും ബന്ധമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇപ്പോൾ ചട്ടമ്പിസ്വാമികളെ അറിയുള്ളൂ. ഇനി വരുന്ന തലമുറയ്ക്ക് ഇത് വളരെ 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 പ്രയോജനം ചെയ്യുന്നതാണ്. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. നമ്മുടെ ശ്രീകുമാർ അവരോട് കുമ്പളത്തെ ശാന്ത ചേച്ചി എൻ്റെ ബന്ധുവാണ്. ഞാൻ ചേച്ചിയെ ഒന്ന് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു വളരെ നല്ലതാണ്, ശ്യാമളയെ എനിക്ക് കാണാനുള്ള ഒരു അവസരമാകുമായിരുന്നു. ഇത് പക്ഷേ ഞാൻ ഒരു അപകടം പറ്റിയിട്ട് ബെഡ് റെസ്റ്റാണ്, വീണു, ക്ലാസ്സിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിയുടെ പേരിൽ ഞാൻ ആദ്യമായിട്ട് താങ്ക്സ് പറയുന്നു. എനിക്ക് ഇന്നത്തെ ഈ കഥാപ്രസംഗത്തിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. എൻ്റെ അച്ഛനായിട്ടുള്ള ഫോട്ടോയാണിത്. അദ്ദേഹം കുടുംബത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചിട്ടുള്ള ആളാണ്. ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്നു. അന്മനെ ആശ്രമമായിട്ട് അടുത്ത ബന്ധമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിപാടി പോഷക അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തുന്ന ഒരു സംരംഭമാണ് ഈ അടുത്ത സമയം അദ്ദേഹത്തിൻ്റെ സംസ്കാരം. ഈ കഥയുടെ പശ്ചാത്തലത്തിൽ ഹാർമോണിയം ആൻഡ് കീബോർഡ് വായിച്ചത് ശ്രീ ബാബു പള്ളിക്കൽ. ക്ലാരനറ്റ് തബല ആൻഡ് ട്രിപ്പിൾ ശ്രീ ഹരിദാസ് കടക്കൽ. ക്ലാരനറ്റ് വായിച്ചത് ശ്രീ കോട്ടയം ഇനിമ. ഇഫക്റ്റ് ടൈമിംഗ് റിതം കമ്പോസർ ആൻഡ് സാരഥി ശ്രീമാൻ സുഭാഷ് കടക്കൽ.